നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്ത്രീകൾ വസ്ത്രം മാറുന്ന മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നതിനിടയിൽ സീലിംഗിൽ നിന്ന് താഴെ വീണ് ഒരാൾക്ക് കാര്യമായി പരിക്കേറ്റിരിക്കുകയാണ്. ഒരു 41-കാരന് ജിമ്മിൻ്റെ സീലിംഗിൽ നിന്നാണ് 10 അടിയിലേറെ ഉയരത്തിൽ നിന്ന് ബ്രയാൻ ആന്റണി ജോൺ എന്നയാൾ വീണത്. ജിമ്മിലെത്തിയ യുവതി വസ്ത്രം മാറാനായി ലോക്കർ റൂമിൽ കയറിയ സമയത്താണ് സീലിംഗിൽ നിന്നും ഇയാൾ ലോക്കർ റൂമിലേക്ക് വീണത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്ത്രീയുടെ ദേഹത്തേക്കാണ് ഇയാൾ വീണതെങ്കിലും യുവതിക്ക് കാര്യമായി പരിക്കില്ല. യുവതി ബഹളം വച്ചതോടെ ലോക്കർ റൂമിലെത്തിയ ജിം ജീവനക്കാർ ഇയാളെ പിടികൂടുകയായിരുന്നു. ഇതിനുശേഷം ഇയാളെ പോലീസിന് കൈമാറുകയായിരുന്നു. അമേരിക്കയിലെ വെർജീനിയയിലെ സ്റ്റാഫോർഡിലുള്ള വൺ ലൈഫ് ഫിറ്റ്നസ് കേന്ദ്രത്തിലാണ് സംഭവം. സീലിംഗിൽ നിന്ന് വീണ ഇയാൾക്കും പരിക്കില്ലെന്ന് പോലീസ് വിശദമാക്കുന്നുണ്ട്. ഇയാളെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് പോലീസ്. കവർച്ചാ ശ്രമത്തിനാണ് ഇയാൾക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. കെട്ടിടത്തിന് നാശനഷ്ടമുണ്ടാക്കിയതിനും ഒളിഞ്ഞു നോട്ടത്തിനും ഇയാൾക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് പോലീസ് വിശദമാക്കുന്നത്. ഇയാളുടെ പക്കൽ ക്യാമറയുണ്ടായിരുന്നോ, ഇയാൾ പതിവായി ഇവിടെ ഒളിഞ്ഞു നോക്കാറുണ്ടായിരുന്നോ എന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും വിശദമായ അന്വേഷണം തന്നെ നടക്കുകയാണ്. കേൾക്കുമ്പോൾ ചില സിനിമകളിലെ തമാശ സീൻ പോലെയൊക്കെ തോന്നാം. പക്ഷേ വളരെ ഗൗരവത്തോടെ തന്നെയാണ് ഈ വിഷയം പോലീസ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. 2-3 കാര്യങ്ങൾ ഇതിൽ പോലീസിന് വിശദമായി അന്വേഷിച്ച് കണ്ടെത്താനുണ്ട്. ഒന്ന്, ഇയാൾ സ്ഥിരമായി ഇത്തരത്തിൽ സീലിംഗിലും ലോക്കർ റൂമിലുമൊക്കെ ഒളിഞ്ഞു നോട്ടം നടത്താറുണ്ടായിരുന്നു. മോഷണ ശ്രമമായിരുന്നു ഇയാളുടെ ഉദ്ദേശം, അതോ ക്യാമറയിൽ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് പോലീസിന് ഉത്തരം കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇയാളെ ചോദ്യം ചെയ്യുന്നത് പോലീസ് തുടരുകയാണ്. ഏതായാലും നിലവിൽ ഇയാൾക്കെതിരെ കവർച്ചാ ശ്രമത്തിന് പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. മാത്രമല്ല, കെട്ടിടത്തിന് നാശനഷ്ടം ഉണ്ടാക്കിയത് വലിയ ഒരു കുറ്റമായി തന്നെ കണക്കാക്കുന്നുണ്ട്. ഒപ്പം ഒളിഞ്ഞു നോട്ടത്തിനും ഇയാൾക്കെതിരെ ശക്തമായൊരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് വിശദമാക്കുന്നത്. ഒരുപക്ഷെ ഇയാളുടെ പക്കൽ ക്യാമറ ഉണ്ടായിരുന്നു, ഇയാൾ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട് എങ്കിൽ അത് ശക്തമായ നടപടികൾ തന്നെ ഇയാൾക്കെതിരെ സ്വീകരിക്കുമെന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും പിടികൂടിയ ഇയാളെ കൃത്യസമയത്ത് തന്നെ ആ യുവതി ബഹളം വച്ചു, ലോക്കർ റൂമിൽ ജീവനക്കാരെത്തി. അതുകൊണ്ട് തന്നെ ഉടൻ ഇയാളെ പിടികൂടാനായി. ഏതായാലും യുവതിക്ക് കാര്യമായി പരിക്കുകളൊന്നുമില്ല. യുവതിയുടെ ദേഹത്തേക്കാണ് ഇയാൾ വീണത് എങ്കിലും യുവതിക്ക് കാര്യമായി പരിക്കുകളില്ല. അതോടൊപ്പം തന്നെ താഴേക്ക് വീണ ഇയാൾക്കും കാര്യമായി പരിക്കുകളില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഏതായാലും അമേരിക്കയിലെ വെർജീനിയയിൽ നടന്ന ഈ സംഭവം വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഏതായാലും ഇയാളെ കൃത്യമായി ചോദ്യം ചെയ്യുകയാണ്. ശക്തമായ നടപടികൾ തന്നെ ഉണ്ടാകും, ഇയാൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് വിശദമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.